നമസ്കാരം. കേരളം ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്. വ്യവസായങ്ങളെ പോലും പ്രോത്സാഹിപ്പിക്കാതെ ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിക്കുന്നവരെ തിരിച്ചറിയണം. ഇങ്ങനെയൊരു വിഭാഗം പറയുന്നു ഹൈറിച്ച് രാജ്യത്തിന് ആപത്താണെന്ന്. നിത്യോപയോഗ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന കമ്പനി എങ്ങനെയാണ് ആപത്താവുന്നത്? എന്നാൽ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം പറയുന്നു അനുഭവത്തിൻ്റെ അറിവിൽ ഇതാണ് ശരിയെന്ന്. കാരണം മറ്റൊന്നുമല്ല, പഞ്ചസാര രുചിച്ചപ്പോഴാണ് അതിൻ്റെ മധുരം അറിയാൻ കഴിഞ്ഞത്. രുചിക്കാത്തവന് അത് ചവർപ്പാവാം, കയ്പാവാം. ചവർപ്പ് നേരിട്ട് അനുഭവിച്ച അനിൽ അക്കരെ മനസ്സിലാക്കേണ്ടത് താങ്കൾ ഇന്ന് വാങ്ങുന്ന MLA പെൻഷൻ പോലും ജനങ്ങളുടെ വോട്ടിൻ്റെ വിലയാണ്. അതിൽ ഞങ്ങളുടെ വോട്ടുമുണ്ട്. അതിനെ താങ്കൾ വിയർപ്പിൻ്റെ വിലയായി കാണരുത്. കാരണം മറ്റൊന്നുമല്ല, അങ്ങനെ കണ്ടാൽ തികച്ചും ഞങ്ങൾ പറയേണ്ടി വരും അത് ഞങ്ങളുടെ ഔദാര്യമാണെന്ന്. ഇങ്ങനെ പറയുമ്പോൾ ആ പെൻഷൻ വേണ്ടെന്ന് വയ്ക്കാൻ താങ്കൾ തയ്യാറാണോ? ഇവിടെ ഞങ്ങൾ നൽകിയത് ഞങ്ങളുടെ വിയർപ്പിൻ്റെ വിലയാണ്. അത് വേണ്ടെന്ന് വയ്ക്കാൻ ഞങ്ങൾക്കാവില്ല. കോഴിക്കോട്ടുകാരൻ താമരശ്ശേരി സ്വദേശി ബെന്നി, നീ തുടങ്ങി വെച്ചയാണ് ഇത്. നിനക്ക് പറ്റിയ ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ട് നീ ചെയ്യിപ്പിച്ചത് ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. കണ്ണടച്ചിരുട്ടാക്കുമ്പോൾ പോലും യാഥാർത്ഥ്യങ്ങൾ മാഞ്ഞു പോവില്ല. നിന്റെ ലക്ഷ്യം വത്സനെ ബിനാമിയാക്കി കൊട്ടേഷൻ നിർത്തി കോടികൾ ഈ കമ്പനിയിൽ നിന്ന് തട്ടിയെടുക്കുക എന്നായിരുന്നു. അത് നടക്കാതെ വന്നപ്പോഴല്ലേ ഈ പ്രവൃത്തികൾ ചെയ്തത്? നീ തന്നെ പറഞ്ഞു, വഴങ്ങാത്ത 64 കമ്പനികളെ പൂട്ടിപ്പിച്ച പാരമ്പര്യം. പൊതുസമൂഹം അറിയാതെ പോരുത് ഈ ദുഷ്ടനെ. വെടക്കാക്കി തനിക്കാക്കുന്ന നിനക്ക് എന്ത് മാന്യതയാണുള്ളത്? നസീറും കൃഷ്ണകുമാറും ജോണിയും റഫീഖും ജോയും മറ്റും NIA അന്വേഷണത്തിന് നേരിടുമ്പോൾ അവരുമായി ഫോൺ കോണ്ടാക്റ്റ് ഉള്ള പലരുടെയും പേരുകൾ, ഇടപാടുകൾ പുറം ലോകം അറിയാനിടയാവും. ഈ കമ്പനി നിലനിൽക്കുമ്പോൾ സാമ്പത്തികമായി ജനം വളരും എന്നത് തീർച്ചയാണ്. പണമില്ലാത്ത സാഹചര്യം അത് വെച്ച് മുതലെടുത്ത് ചെറുപ്പക്കാരെ വഴിതെറ്റിച്ച് രാജ്യദ്രോഹ പരിപാടികൾ നടത്താൻ കണക്ക് കൂട്ടിയുള്ള നിങ്ങളുടെ കളികൾ ഇനി നടത്തിക്കില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് രാജ്യദ്രോഹ പണമിടപാടുകൾക്ക് ഇടനിലക്കായി ചുക്കാൻ പിടിക്കുന്ന രാജ്യദ്രോഹികളെ നിങ്ങളെ മറക്കില്ല ഈ സമൂഹം. വീതം പിരിക്കാനിറങ്ങുമ്പോൾ റിട്ടയേർഡ് പോലീസ് എന്ന പരിഗണന പല കമ്പനികളും പണം നിനക്ക് കയ്യിൽ വെച്ചു തന്നപ്പോൾ ചക്കരക്കൂട്ടത്തിൽ വീണ്ടും കൈയിട്ട് നക്കിയ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ വത്സൻ താങ്കൾ കേരള പോലീസിന് മൊത്തം അപമാനമാണ്. ഞങ്ങൾക്കറിയാവുന്ന ഒരുപാട് പോലീസുകാരുണ്ട്. താങ്കളെപ്പോലെയല്ല, അവർ വളരെ മാന്യന്മാരാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വകാര്യതയായ ഡാറ്റ അടിച്ചു മാറ്റി ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും അത് ഉപയോഗപ്പെടുത്തിയും ഈ രാജ്യത്തിന് സംസ്കാരത്തെ ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന നിങ്ങൾ ഇതൊക്കെ ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. വ്യാവസായിക രംഗം തകർത്ത് കേരളത്തിലെ പാവം ജനങ്ങളെ വീണ്ടും ഇല്ലായ്മയിൽ നിന്നും ഇല്ലായ്മയിലേക്ക് എത്തിച്ച് ആ ഇല്ലായ്മയെ ചൂഷണം ചെയ്യുന്ന കലാപരിപാടികൾ ഒന്ന് അവസാനിപ്പിക്കണം. എന്നേക്കുമായി നാട് വളരട്ടെ വ്യവസായ സ്ഥാപനങ്ങൾക്കൊപ്പം.